യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും എല്ലാം ഉപേക്ഷിച്ച് ദൈവം കാണിച്ചു കൊടുത്ത പ്രദേശത്തേക്ക് യാത്രയായ വ്യക്തിയാണ് അബ്രാഹാം. അങ്ങനെ അബ്രാഹാം ഒരു അനുഗ്രഹമായി മാറി. ഇന്ന് സഭയിൽ തിരുനാൾ ആഘോഷിക്കുന്ന എബ്രാസ്യാമ്മ ഈശോ ആവശ്യപ്പെട്ടതനുസരിച്ച് ഈശോയുടെ വിളി സ്വീകരിച്ചുകൊണ്ട് സ്വദേശത്തെയും ബന്ധുക്കളെയും മാതാപിതാക്കളെയും ഭവനത്തെയും എല്ലാം ഉപേക്ഷിച്ച് ഈശോ കാണിച്ചു കൊടുത്ത CMC സഭയിലേക്ക് പ്രവേശിച്ച നാൾ മുതൽ ഒത്തിരി നന്മയിൽ സ്നേഹത്തിൽ അവൾ കഴിഞ്ഞത്. തന്നാലാവുന്ന എല്ലാ നന്മകളും എത്ര നിസ്സാരമാണെങ്കിലും അത് മറ്റുള്ളവർക്കെല്ലാം ചെയ്തു കൊടുക്കുവാൻ അവൾ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരുന്നു. അതിനൊക്കെയുള്ള പ്രേരണ അവൾക്ക് ലഭിച്ചത് ദിവ്യസക്രാരുടെ മുമ്പിലുള്ള നിരന്തരമായ പ്രാർത്ഥനയാണ്. സമയം കിട്ടുമ്പോഴെല്ലാം ദിവ്യനാഥൻ്റെ അടുത്തേക്ക് ഓടിയെത്തി പ്രാർത്ഥനയെ ചെലവഴിച്ചിരുന്നു. ആ ഒരു അനുഭവത്തോടുകൂടിയാണ് പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഇടപെടുമ്പോഴും എല്ലാം ചെയ്തിരുന്നത് ഈശോയുടെ കൂടെ ഉള്ള ഒരനുഭവത്തോടെ. അതുകൊണ്ട് തന്നെ ചലിക്കുന്ന സക്രാരി എന്ന ഒരു അപരനാമം എബ്രാസ്യാമ്മയ്ക്ക് ലഭിക്കുകയുണ്ടായി. ഇന്ന് അവൾക്ക് എബ്രാസ്യാമ്മയ്ക്ക് ആരെങ്കിലും ഒരു നന്മ ചെയ്തു കൊടുത്താൽ അവരോട് പറയുമായിരുന്നു, ഞാൻ മരിച്ചാലും മറക്കില്ല കേട്ടോ എന്ന്. സ്വർഗത്തിലിരുന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് ഒരു അനുഗ്രഹമായി അവൾ മാറിയിരിക്കുന്നു. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ എബ്രാസ്യാമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.